വിശുദ്ധ ജൂലിയാന 1270 ഈ വിശുദ്ധയുടെ ജനനം. നമുക്കറിയാം, സിസ്റ്റേഴ്സ് ഓഫ് തേർഡ് ഓർഡർ ഈ സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകയാണ്. വളരെ കുഞ്ഞു നാളിൽ തന്നെ കന്യകാത്വം, തൻ്റെ ജീവിതം, തൻ്റെ ആ വെർജിനിറ്റി, കന്യകാത്വം അവൾ കർത്താവിനായി സമർപ്പിച്ചു. ഞാൻ യേശുവിൻ്റെ മണവാട്ടിയാണ് അവൾ തീരുമാനമെടുത്തു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അവൾക്ക് സംഭവിച്ച ഒരു വലിയൊരു മാരകമായ ഉദരരോഗം. ഈ ഉദരരോഗം മൂലം അവൾക്ക് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റുന്നില്ല. ഭയങ്കര മനം പരട്ടലും നിരന്തരമായ ഛർദിയൊക്കെ അവൾക്ക് സംഭവിക്കുക. അങ്ങനെ 1341 71 വയസ്സിൽ അവൾക്ക് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന. അപ്പോൾ അവൾക്ക് മനസ്സിലായി തൻ്റെ മരണം അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. അവൾ പറഞ്ഞു, എൻ്റെ മുറിയിലേക്ക് ദിവ്യകാരുണ്യത്തെ കൊണ്ടുവരണം, പരിശുദ്ധ കുർബാന കൊണ്ടുവരണം, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കിടക്കണം. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പരിശുദ്ധ കുർബാന കൊണ്ടുവന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ജൂലിയാന എന്ന് പറയുന്ന ഈ പാവപ്പെട്ട കന്യാസ്ത്രീയുടെ ഈ ഹൃദയഭാഗത്ത് തിരുവോസ്തി വെക്കുകയാണ്. നിങ്ങൾ ആ പിക്ചറിലോട്ട് നോക്കി, അത് കൃത്യമായി നടന്ന സംഭവം ഉണ്ട്. അവൾ രോഗിയായിട്ട് കിടക്കുന്നു. അവളുടെ ഹൃദയഭാഗത്ത് ആ തിരുവോസ്തി വെക്കുകയാണ്. ഈ തിരുവോസ്തിയെ കെട്ടിപ്പിടിച്ച്, നിങ്ങൾ ചിന്തിച്ച്, ഈ തിരുവോസ്തി കെട്ടിപ്പിടിച്ച് അവൾ പ്രാർത്ഥിച്ച്, ഈശോയെ 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 എന്ന് വിളിച്ച്, യേശുനാമം വിളിച്ച് ഈ തിരുവോസ്തി കെട്ടിപ്പിടിച്ച് അവൾ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, 100 കണക്കിന് വ്യക്തികൾ അത് കണ്ടുകൊണ്ട് നിൽക്കുക. അവർ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഹൃദയഭാഗത്ത് വെച്ചിരിക്കുന്ന ആ തിരുവോസ്തി കണ്ടു. ആ തിരുവോസ്തി പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയി. അവൾക്ക് തിരുവോസ്തി പോലും ഭക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഉദര രോഗം അത്രയും മൂർച്ഛിച്ചു. ജലപാനം കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ആ തിരുവോസ്തി അപ്രത്യക്ഷമാവുകയാണ്. അങ്ങനെ കർത്താവിന് വലിയ കരുണയാലെ 1341 ജൂൺ 19 വിശുദ്ധ ജൂലിയാനയെ കർത്താവ് അവളുടെ ശാശ്വത ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അതിന്റെ പ്രധാന കാര്യം എന്താണെന്നറിയോ? ഇവളുടെ ഈ ശരീരം, അത് ഈ മൃതസംസ്കാര ചടങ്ങിനൊക്കെ തൊട്ടു മുമ്പായിട്ട് ആ ശരീരം ഇങ്ങനെ ഒരുക്കുന്ന സമയത്ത് അത് കണ്ടവർ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താണെന്നറിയോ? ഇവളുടെ ഹൃദയഭാഗത്ത് ഒരു തിരുവോസ്തിയുടെ വട്ടത്തിൽ, അതിന് നടുവിൽ കുരിശാകൃതിയിൽ ഒരു വസ്തു അവർ കാണുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കി, അവൾക്ക് തിരുവോസ്തിയെ ഭക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവളുടെ ആഗ്രഹം കണ്ട്, അവളുടെ ദാഹം കണ്ട്, തൻ്റെ രക്തശരീരങ്ങളെ ഭക്ഷിക്കുവാനുള്ള തൻ്റെ ജൂലിയാനയുടെ വിശപ്പ് കണ്ട് കർത്താവ് തന്നെ അവളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. സന്തോഷത്തിന് ഹല്ലേലൂയ പറഞ്ഞേ. ഉദരസംബന്ധമായ കഠിന രോഗത്തിലായിരുന്നു അവൾ. പക്ഷേ കർത്താവിന്റെ ശരീരം, കർത്താവ് ഡയറക്റ്റ് അവളുടെ ഉള്ളിലേക്ക് അങ്ങ് പോവുക. ഞാൻ പറഞ്ഞു വരുന്നത്, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും കർത്താവ് ചെയ്യും. തന്നോട് വിശ്വസ്ത പുലർത്തുന്ന ഏതൊരു ആത്മാവിന് വേണ്ടി കർത്താവ് എന്ത് അത്ഭുതം ചെയ്യും. വിശ്വസിച്ച സഹോദരങ്ങളെ, അവരെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കത്തില്ല. അവരെ തോൽപ്പിക്കാൻ ഒരു ശക്തികൾക്ക് സാധിക്കത്തില്ല. അവരെ നശിപ്പിക്കാൻ ഈ ലോകത്തിൽ ഒന്നിനും സാധിക്കത്തില്ല. 1737 ക്ലെമന്റ് 2 മാർപ്പാപ്പ സഭയുടെ വിശുദ്ധയായി ജൂലിയാനയെ പ്രഖ്യാപിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മം നിറഞ്ഞു പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എന്താണ് അമ്മ പറയുന്നത്? 53-ാം വചനത്തിൽ, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി ദൈവം സംതൃപ്തരാക്കി. വിശക്കുന്നവരെ സംതൃപ്തരാക്കുകയാ. വിശുദ്ധ ജൂലിയാന ജീവിതത്തിൽ അതാണ്. അവൾക്ക് കർത്താവിന്റെ ശരീരം ഭക്ഷിക്കാൻ ആഗ്രഹമുണ്ട്, ഒത്തിരി ആഗ്രഹമുണ്ട്. ഈ ഉദര സംബന്ധമായ രോഗം മൂലം തിരുവോസ്തി ഭക്ഷിക്കാൻ പറ്റത്തില്ല, ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റത്തില്ല. എന്നാൽ അവൾക്ക് ആഗ്രഹം. ഈ വിശപ്പ് കണ്ട് കർത്താവ് തന്നെ അവളുടെ ഹൃദയത്തിലേക്ക്, ഉള്ളിലേക്ക് തൻ്റെ ശരീരത്തെ നിക്ഷേപിക്കുകയാണ്.